SIR ജോലികൾക്ക് NCC NSS വോളണ്ടിയേഴ്സിനെ വിട്ടു നൽകണം എന്നാവശ്യപ്പെട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസേഴ്സിന്റെ കത്ത് കിട്ടി. 30 വിദ്യാർത്ഥികളെ വരെ വിട്ടു നൽകണമെന്നാണ് കത്തിലെ ആവശ്യം. ഉമേഷ് ബാലകൃഷ്ണൻ വീണ്ടും ചേരുന്നു. ഉമേഷ്, അങ്ങനെയൊരു കത്ത് കൊടുത്തത് ഏത് സാഹചര്യത്തിലാണ്? പ്രത്യേകിച്ച് കുട്ടികളെ കൂടി ഈ പരിപാടിക്ക് ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കുന്നതിൽ അല്ലാത്തൊരു അസ്വാഭാവികത ഉണ്ടോ? സംസ്ഥാന വ്യാപകമായി SIR ചുമതലകളുമായി ബന്ധപ്പെട്ട് എല്ലാ ഉദ്യോഗസ്ഥരും വലിയ തിരക്കിലാണ്. പക്ഷേ കരുതിയതുപോലെ വേഗത്തിൽ SIR പൂർത്തിയാക്കാൻ കഴിയുന്ന സാഹചര്യം നിലവിലില്ല. കാരണം ഇപ്പോൾ ഡിജിറ്റലൈസേഷൻ പ്രവർത്തനമാണ് നടക്കുന്നത്. ഡിജിറ്റലൈസേഷൻ പ്രവർത്തനങ്ങൾ വളരെ മന്ദഗതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ 27% മാത്രമേ എന്യൂമറേഷൻ ഫോമുകളുടെ ഡിജിറ്റലൈസേഷൻ പൂർത്തീകരിച്ചിട്ടുള്ളൂ. ഈ സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികളുടെ കൂടി സേവനം ലഭ്യമാക്കാനുള്ള ശ്രമം നടത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇത് സംബന്ധിച്ച് ഏതെങ്കിലും രീതിയിൽ വിദ്യാർത്ഥികളുടെ എല്ലാം സേവനം ആവശ്യമെങ്കിൽ എടുക്കാമെന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു. എന്തായാലും ഇപ്പോൾ വിവിധ ജില്ലകളിൽ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ സ്കൂളുകൾക്ക് കത്ത് നൽകിയിരിക്കുകയാണ്. NSS, NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ, ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ വിദ്യാർത്ഥികളെ എന്യൂമറേഷൻ ജോലികൾക്ക് വേണ്ടി ഈ മാസം 30-ാം തീയതി വരെ വിട്ടു നൽകണമെന്നാണ് ആവശ്യം. നേരത്തെ നിശ്ചയിച്ചത് പ്രകാരമാണെങ്കിൽ 26-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട ഡിജിറ്റലൈസേഷൻ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണമെന്നായിരുന്നു ടാർഗറ്റ്. പക്ഷേ 26-ാം തീയതി ഇത് പൂർത്തീകരിക്കാൻ കഴിയില്ല, നിലവിലെ സാഹചര്യത്തിൽ കഴിയില്ല. 27% മാത്രമാണ് ഡിജിറ്റലൈസേഷൻ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ വേഗത്തിൽ ഡിജിറ്റലൈസേഷൻ പൂർത്തീകരിച്ചാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് പ്രാദേശികമായി ഏതെങ്കിലും ആളുകൾ വിട്ടുപോയിട്ടുണ്ടോ, ആരെങ്കിലും ഒഴിവാക്കിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊരു തീരുമാനം ഉണ്ടാക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ വേഗത്തിൽ ഈ നടപടി, ഡിജിറ്റലൈസേഷൻ നടപടി പൂർത്തീകരിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് വിദ്യാർത്ഥികളുടെ കൂടി സേവനം ലഭ്യമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ അധ്യാപകരെ കൂടുതലായി എന്യൂമറേഷൻ ഈ ചുമതലകൾക്ക് BLOമാരായി ചുമതല നൽകിയപ്പോൾ വിദ്യാർത്ഥികളുടെ പഠനമടക്കം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്തായാലും വിദ്യാർത്ഥികളെ കൂടി ഉപയോഗിക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ പഠനം, ഈ ദിവസങ്ങളിലെ പഠനം, 30-ാം തീയതി വരെയുള്ള പഠനം അത് തടസ്സപ്പെടില്ല എന്നുള്ളൊരു ചോദ്യം ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.